മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ അനന്തു കണ്ണനെ കാണാൻ വരുന്ന സമയത്ത് കണ്ണൻ എഴുന്നേറ്റ് നടക്കണ കണ്ടിട്ട് അനന്തുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അനന്തു സ്നേഹത്തോടുകൂടി കണ്ണനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എത്ര കാലമായിടാ നീ ഇതുപോലെ ഒന്ന് നടന്ന് കണ്ടിട്ട്, അന്ന് ആ ആക്സിഡൻറ്റിന് ശേഷം നീ ഒന്ന് നടന്ന് കണ്ടെങ്കിൽ എന്ന് ഞാനും റിയാസും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. മഹാലക്ഷ്മി നിൻ്റെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെ നിനക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയാണ് നിൻ്റെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യത്തിനും കാരണം. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അനന്തു. മഹി എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ എഴുന്നേറ്റ് നടക്കില്ലായിരുന്നു. എൻ്റെ രണ്ടാനമ്മയും അമ്മാവനും കൂടി മായം ചേർത്ത മരുന്ന് തന്ന് എന്നെ വീൽ ചെയറിൽ തന്നെ ഇരുത്തിയേനെ. ചിലപ്പോൾ അവരെന്നെ കൊല്ലാനും മടിക്കില്ലായിരുന്നു. എന്തായാലും മഹി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി എൻ്റെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടായി. ഇനിയിപ്പം എൻ്റെ ബന്ധുക്കൾ ഈ വിവരം എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അടങ്ങിയിരിക്കുമെന്ന് തോന്നണില്ല. ആ സമയത്ത് അനന്തു പറയുന്നുണ്ട്, എന്തായാലും ഇതാരും അറിയാതെ നമ്മൾ സൂക്ഷിക്കണം. അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടങ്ങിയിരിക്കുമെന്നോ തോന്നണില്ല. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പം തന്നെ കരുണയ്ക്കും അതുപോലെ കരുണയുടെ മുത്തശ്ശിക്കും അച്ഛനൊക്കെ ചെറിയ സംശയമുണ്ട്. കണ്ണേട്ടന് ഒരു മാറ്റം ഇല്ലാണ്ട് വീണ്ടും കണ്ണേട്ടന് ഇങ്ങോട്ട് ചികിത്സയ്ക്ക് വരില്ല എന്നുള്ളൊരു തോന്നലാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ ഇനി കണ്ണേട്ടൻ വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ. അറിയാതെ പോലും കാലനക്കി പോകരുത്. വീൽ ചെയറിൽ തന്നെ സഞ്ചരിച്ചാൽ മതി. ആരും ഇല്ലാത്ത സമയത്ത് റൂമിൽ മാത്രം കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നാൽ മതി. ആ സമയത്ത് അനന്തു പറയുന്നുണ്ട്, അത് ശരിയാടാ കണ്ണ, നീ എഴുന്നേറ്റ് നടക്കുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആ കരുണ. ഇപ്പം തന്നെ കരുണ മഹാലക്ഷ്മിയോട് ജയിച്ച് നിൽക്കുക എന്നുള്ള ഭാവത്തിലാണ് നിൽക്കണേ. അതും കണ്ണൻ വീൽ ചെയറിലായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ മുമ്പിൽ തോറ്റു എന്ന് കരുതി ആ കരുണ മഹിയെ എന്ത് ചെയ്യാനും മടിക്കൂല. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതെനിക്ക് അറിയാടാ അനന്തു. ഇന്നാൾ തന്നെ അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് പായസത്തിൽ വിഷം ചേർത്ത് ഞങ്ങളെ കൊല്ലാൻ നോക്കി. എന്നിട്ട് അവൾക്ക് തന്നെ അതിൻ്റെ തിരിച്ചടി കിട്ടിയത്. അവളുടെ കുഞ്ഞു പോയി. അവളെപ്പോഴും ഇയാളെ അതും പറഞ്ഞ് നാണം കെടുത്തുകയോ അപമാനിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിരിച്ചടിയായിട്ട് അവളുടെ കുഞ്ഞിനെ അവൾ തന്നെ നശിപ്പിച്ച് കളഞ്ഞത്. അവളും അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടി ആ കുഞ്ഞ് ജീവൻ ഇല്ലാതെയാക്കിയതെന്ന്. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും നീ വാ, തോമസ് ഡോക്ടർ അവിടെ നിനക്കുള്ള കേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്കത് വാങ്ങി കഴിക്കാമെന്നും പറഞ്ഞ് അനന്തുവിനെയും വിളിച്ചുകൊണ്ട് തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. തോമസ് ഡോക്ടറെ ചെന്ന് കണ്ടതും തോമസ് ഡോക്ടർ അനന്തുവിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയായി, കൂട്ടുകാരന് സന്തോഷമായോ എന്ന് ചോദിക്കുമ്പം, എൻ്റെ ജീവിതത്തിൽ ഇതിലും വലിയൊരു സന്തോഷമൊന്നും എനിക്ക് കാണാനില്ല ഡോക്ടറെ. ഞങ്ങൾ വർഷങ്ങളായി ഇവനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവനക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ഇപ്പോഴാണ്. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇതിന് ഞാൻ ഡോക്ടറോട് എങ്ങനെയാണ് നന്ദി പറയണതെന്ന് ചോദിക്കുമ്പം, എന്നോടല്ല നന്ദി പറയേണ്ടത് അനന്തു, നന്ദി പറയേണ്ടത് മഹാലക്ഷ്മിയോടാണ്. മഹാലക്ഷ്മി കാരണം കണ്ണനിപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയത്. ഈ കുട്ടി കണ്ണനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് കണ്ണനെ പരിചയപ്പെടാനും ഇതുപോലെ ചികിത്സിച്ച് കണ്ണനെ എഴുന്നേൽപ്പിച്ച് നടത്താനും പറ്റിയത്. അല്ലെങ്കിൽ ഇപ്പോഴും കണ്ണൻ്റെ രണ്ടാനമ്മയുടെയും അമ്മാവിൻ്റെയും കയ്യിൽ നിന്ന് വിഷമരുന്ന് വാങ്ങി കഴിച്ചുകൊണ്ട് തന്നെ ഇരുന്നേനെ. പിന്നെ കണ്ണൻ ഒരിക്കലും ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കാനും പറ്റില്ലായിരുന്നു. കണ്ണൻ്റെ മരണം വരെ കണ്ണൻ വീൽ ചെയറിൽ തന്നെ ഇരുന്ന് പോയേനേന്ന്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ഇങ്ങനെയുമുണ്ടോ സ്വത്തിന് ആർത്തി പിടിച്ച മനുഷ്യന്മാർ? കണ്ണൻ്റെ സ്വത്തിൽ മാത്രമേ അവർക്ക് കണ്ണുള്ളൂ, അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്തത്. കണ്ണന് നല്ലൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ കണ്ണൻ്റെ സ്വത്തുക്കൾ അവർക്ക് കിട്ടില്ല എന്നറിയാം, അതുകൊണ്ട് അവർ കണ്ണനെ വീൽ ചെയറിൽ തന്നെ ഇരുത്തിയിരുന്നു. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഇനി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, കണ്ണന് ഇനി നല്ലൊരു ജീവിതം തന്നെ കിട്ടും. അധികം വൈകാതെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവും. പിന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സഹായത്തിന് എപ്പോഴും മാർക്കോ ഉണ്ട്. മാർക്കോ ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല, ശരിക്കും ദൈവത്തിൻ്റെ അവതാരം തന്നെ. അവന് നിങ്ങൾ ചേർത്ത് പിടിച്ചോളണം. ആ സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് അറിയാം സാറേ, അവന് ഞങ്ങളുടെ കമ്പനിയിൽ നല്ലൊരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ കേൾക്കണില്ല. അവനക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അവന് എല്ലാവരെയും സഹായിച്ചിങ്ങനെ നടക്കണതിനോടോ താല്പര്യം എന്നാണ് പറയണേ. പിന്നീട് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും തോമസ് ഡോക്ടറും ജയപാലൻ ചേട്ടനും എല്ലാവരും കൂടി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, മഹാലക്ഷ്മിനെയും കണ്ണനെയും യാത്ര അയക്കാൻ വേണ്ടി. ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ സാഗറിനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. സാഗറിനെ കണ്ടതും അനന്തുവിന് ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാരണം സാഗറിന് ഇത് ആരോടും പറയുമോ എന്നുള്ള. അങ്ങനെ അനന്തു വേഗം തന്നെ സാഗറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ കണ്ണൻ നടന്നു വരുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ട് സാഗറിനാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റണില്ല. സാഗറിനും നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ സാഗർ നോക്കിയിരിക്കുന്ന സമയത്ത് അനന്ത് ചെന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട്, കണ്ണനിങ്ങനെ എഴുന്നേറ്റ് നടക്കണ വിവരം നിൻ്റെ വായിൽ നിന്ന് ആരും അറിയാൻ പാടില്ല. കണ്ണൻ്റെ ശത്രുക്കൾ അറിഞ്ഞാൽ അവരടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും നീ ഈ രഹസ്യം പുറത്ത് ആരോടും പറയരുത്, മഞ്ജുവിനോട് പോലും പറയരുതെന്ന് പറയുന്നു. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, മഞ്ജുവിനെ അറിഞ്ഞു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ആനന്ദ് സാറേ, മഞ്ജുവിന് സന്തോഷമേ ഉള്ളൂ. കണ്ണേട്ടൻ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നടക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അവൾക്ക്. അവൾ അതിനു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്.
ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, എനിക്ക് സാഹറിനോടൊരു കടം ബാക്കിയുണ്ടായിരുന്നു. സാഹറിനെയും കണ്ണനെയും മഹാലക്ഷ്മിയും ഒന്നിപ്പിക്കണം എന്നുള്ള. കണ്ണനുക്കും മഹാലക്ഷ്മിക്കും സാഹറിനോടൊരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഇഷ്ടക്കുറവൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും സാഹർ പഴയ സാഹറല്ലാന്ന് ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സാഹറും കണ്ണനും മഹാലക്ഷ്മിക്കും തുണയായിട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ സാഹർ പറയുന്നുണ്ട്, അത് ഡോക്ടറിനോട് പ്രത്യേകിച്ച് പറയണ്ട. അന്ന് ആ മേഘൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് വലിയ തെറ്റായിപ്പോയി. അന്ന് എനിക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം അന്ന് ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണ്. അതുകൊണ്ട് കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും വേണ്ടി എൻ്റെ ജീവൻ കളയാനും എനിക്ക് മടിയില്ല. കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിനെ ആരും ഉപദ്രവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇനി സാഹറിനെ സാറേ എന്നൊന്നും വിളിക്കണ്ട, കണ്ണേട്ടാന്ന് വിളിച്ചാൽ മതി, മഞ്ജു വിളിക്കണ പോലെ തന്നെ. അതേസമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനി എന്നെ ഏടത്തിന്ന് വിളിച്ചാൽ മതി, മഞ്ജു അങ്ങനെയല്ലേ ഞങ്ങളെ വിളിക്കണേ. ഇനി സാഹർ ഞങ്ങൾക്ക് അന്യനൊന്നുമല്ല, ഞങ്ങൾക്കൊരു കൂടപ്പിറപ്പ് പോലെ തന്നെയാണ്. പിന്നെ നിൻ്റെ സ്വഭാവം പഴയതുപോലെ ആവാതിരുന്നാൽ മതി. ആ സമയത്ത് സാഹർ പറയുന്നുണ്ട്, ഇല്ല, ഇനി എനിക്ക് ഒരിക്കലും പഴയൊരു ജീവിതം ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഒരു പുതിയ മനുഷ്യനാണ്. അതാവാൻ കാരണക്കാരി മഞ്ജു. അതുകൊണ്ട് മഞ്ജുവിൻ്റെ കണ്ണ് നിറയണ ഒരു കാര്യവും ഞാനിനി ചെയ്യൂല. അതുമാത്രമല്ല, നമ്മളിനി ഒരുമിച്ചല്ലേ മലയ്ക്ക് പോകണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയും അതുപോലെ ഉണ്ണീനെയും ദുർഗേനെയൊക്കെയാണ്. കരുണ പറയുന്നുണ്ട്, എന്തായാലും ഇത് വലിയൊരു തിരിച്ചടിയായിപ്പോയി ഉണ്ണിയേട്ടാ. ഇതുപോലൊരു തിരിച്ചടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം കഷ്ടകാലം ആരംഭിച്ചത്. അവൾക്കാണെങ്കിൽ വിവാഹത്തിന് ശേഷം അവളുടെ ഭാഗ്യം തെളിഞ്ഞു വന്നത്. അവൾ വിവാഹത്തിന് മുമ്പ് എൻ്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. ഇപ്പോൾ അവൾ ഇവിടുത്തെ മഹാറാണിയായിട്ടാണ് ജീവിക്കണത്. അവളുടെ ദാസിയായിട്ട് ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ അധികം വൈകാതെ തന്നെ ഈ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകും. എൻ്റെ അച്ഛനും മുത്തശ്ശിയും എന്നെ രണ്ട് കൈയിൽ നിന്നിട്ട് സ്വീകരിക്കും. അത് കേൾക്കുമ്പോൾ നമ്മളുടെ ദുർഗയ്ക്കും ഉണ്ണിക്കും നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവരത് പുറമെ കാണിക്കണമൊന്നുമില്ല. ദുർഗയാണെങ്കിൽ ഈ കരുണയെ സോപ്പിട്ട് തന്നെയാണ് നിൽക്കണം. എന്താ മോളെ നീ അങ്ങനെയൊക്കെ പറയണേ, അതൊന്നും ഉണ്ടാവില്ല. അധികം വൈകാതെ തന്നെ നിൻ്റെ അച്ഛനും അതുപോലെ മേഹനും കൂടി ആ മഹാലക്ഷ്മിയെ ഇല്ലാതാക്കും. ഇനിയിപ്പോൾ അയാൾ മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പം അയാളുടെ ശക്തി ഒന്നും കൂടി കൂടൂലേന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതിനവൻ മലയ്ക്ക് പോയി തിരിച്ചു വന്നാലേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ പ്രതാപൻ എന്തെങ്കിലും ചെയ്തവനെ ഇല്ലാണ്ടാക്കിക്കോളൂന്ന്. ഇതേ സമയം നമ്മളുടെ ഗുണ്ടകളെ കാണാനായിട്ട് മാർക്കോ വരാനുണ്ട് ആസ്പത്രിയിലേക്ക്. ആ സമയത്ത് നമ്മളുടെ പ്രതാപൻ അവിടെ നിന്ന് മാർക്കോ അങ്ങോട്ട് വരുന്നത് കാണുന്നുണ്ട്. മാർക്കോയെ കണ്ടതും പ്രതാപൻ ഓടി റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഈ പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ പ്രതാപ നീ ഇങ്ങനെ ഓടിക്കിറച്ചു എന്നെ, നീ എന്തെങ്കിലും കണ്ട് പേടിച്ചോ എന്ന് ചോദിക്കുമ്പം പിന്നെ പേടിക്കാതെ ആ മാർക്കോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനി നമ്മളെ തല്ലാൻ വേണ്ടി വരുന്നതായിരിക്കുമോടാന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല അമ്മ, എന്തായാലും ആ മാർക്കോയെ കണ്ടതും ഞാനിങ്ങോട്ട് ഓടിപ്പോരുമായിരുന്നു. പക്ഷെ നമ്മളുടെ മാർക്കോയാണെങ്കിൽ നേരെ പോകുന്നത് ആ ഗുണ്ടകളെ കാണാനാണ്. അങ്ങനെ അവിടെ റിസപ്ഷനിൽ അവരുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവർ കിടക്കുന്ന റൂമിലേക്ക് മാർക്കോ പോകുന്നുണ്ട്. അങ്ങനെ റൂം തുറന്ന് മാർക്കോ കയറി വന്നെ കാണുന്നതും ഈ ഗുണ്ടകളാണെങ്കിൽ ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഗുണ്ടകൾ പറയുന്നുണ്ട്, മാർക്കോ ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല, എനിക്കൊരു സത്യം അറിയണം. അത് നിങ്ങൾ സത്യം പോലെ പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കുമെന്ന്. ആ സമയത്ത് ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, എന്ത് സത്യം മാർക്കോയ്ക്ക് അറിയണ്ടേന്ന് ചോദിക്കുമ്പോൾ, മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ട് പോകാനുള്ള കൊട്ടേഷൻ നിങ്ങൾക്ക് തന്നത് ആരാന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഗുണ്ടകൾ പറയുന്നുണ്ട്, അത് പുറത്ത് പറയാൻ പറ്റില്ല മാർക്കോ, കൊട്ടേഷൻ വാങ്ങുന്ന സമയത്ത് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടാണ് കൊട്ടേഷൻ വാങ്ങിയെന്ന് പറയുമ്പം അത് നിങ്ങളുടെ കാര്യം, പക്ഷേ എനിക്കിത് അറിഞ്ഞേ പറ്റൂ. ഇത് നിങ്ങൾ പറയാൻ തയ്യാറല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ അവസ്ഥ വളരെ ഗുരുതരമാകുമെന്ന്. ആ സമയത്ത് ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, എന്തായാലും നമുക്കങ്ങ് പറഞ്ഞേക്കാം. അങ്ങനെ ആ ഗുണ്ടകളിൽ ഒരാൾ പറയുന്നുണ്ട്, ഈ കൊട്ടേഷൻ തന്നത് വേറെ ആരുമല്ല, ആ പ്രതാപൻ എന്ന് പറയുന്ന ആളാണെന്ന്. ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട്, ഈ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനല്ലേ പ്രതാപൻ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും അറിയില്ല, ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് വന്ന് കൊന്നു കളയാൻ പറഞ്ഞത് അയാളാണ്. അയാൾ ഞങ്ങൾക്ക് വേണ്ട പൈസയും തന്നു. അതുമാത്രമല്ല അയാളിപ്പോൾ ആസ്പത്രിയിൽ അഡ്മിറ്റ് ഉണ്ട്, ഈ ആസ്പത്രിയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. അത് കേട്ടതും നമ്മളുടെ മാർക്കോയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ഞാൻ അവനെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ ആ ഗുണ്ടകളുടെ അടുത്തുനിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ തോമസ് ഡോക്ടറും സാഹറും എല്ലാവരും കൂടി കണ്ണനെയും മഹാലക്ഷ്മിനെയും യാത്രയാക്കുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മിയും സന്തോഷത്തോടുകൂടി തോമസ് ഡോക്ടറോടും ജയപാലൻ ചേട്ടനോടൊക്കെ യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, കണ്ണൻ ഞാൻ പറഞ്ഞത് കണ്ണനക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവണം, കണ്ണൻ്റെ ശത്രുക്കൾ ആരും കണ്ണൻ നടന്ന വിവരം അറിയരുത്. ഇനി ഒരു 1.5 വർഷവും കൂടി കണ്ണന് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അവരറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പിന്നെ അവർക്ക് കണ്ണനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പ് അവരറിഞ്ഞിട്ട് കണ്ണൻ്റെ ചികിത്സയിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെയായി പോകും. അതുകൊണ്ട് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് സൂക്ഷിച്ച് വേണം, അബദ്ധത്തിൽ പോലും കാലനക്കരുത് കേട്ടോ എന്ന് പറയുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്,
അത് ഞങ്ങൾ എന്തായാലും സൂക്ഷിച്ചോളാം. ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും അവർ ശ്രദ്ധിക്കുന്നത് കണ്ണേട്ടൻ്റെ കാലുകളിലേക്ക് തന്നെയായിരിക്കും. ആ സമയത്ത് കണ്ണേട്ടൻ്റെ കാല് പരമാവധി അനക്കാതിരിക്കാൻ ഞാൻ കണ്ണേട്ടനെ ശ്രദ്ധിച്ചോളാം. പുറത്ത് നടക്കരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. റൂമിലെത്തിക്കഴിഞ്ഞാൽ റൂമിൽ നല്ലോണം നടക്കണം. അങ്ങനെ നടന്ന് നട്ടെല്ലിനൊക്കെ നല്ല ബലം വരണം. അതിനുശേഷം ചികിത്സയൊക്കെ അവസാനിപ്പിച്ച് എല്ലാം പഴയതുപോലെ ആയതിനു ശേഷം കണ്ണൻ്റെ ശത്രുക്കൾ അറിഞ്ഞാൽ മതി കണ്ണൻ നടന്നു തുടങ്ങിയെന്ന്. എന്താ കണ്ണാ സമ്മതമല്ലേ എന്ന് ചോദിക്കുമ്പം ആ സാറ് പറയണതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് വേറെ തീരുമാനങ്ങളൊന്നുമില്ല, എന്തായാലും ഞങ്ങൾ പോട്ടെ സാറെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് തോമസ് ഡോക്ടറും സാഹറൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് ചിരിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.